ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള അവസാനഘട്ട പരിശീലനത്തിനാണ് ടീം ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന T20 പരമ്പര തൂത്തുവാരിയാണ് ഇന്ത്യ ടീം ബംഗ്ലാദേശിനെതിരെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്. മികച്ച ഒരുപടി യുവതാരങ്ങളെ അണിനിർത്തിയാണ് ഇത്തവണ ടീം ഇന്ത്യ ഇറങ്ങുന്നത്. ആദ്യ മത്സരം ഗ്വാളിയറിലാണ് നടക്കുന്നത്. ഗ്വാളിയറിലെ മാധവ് റാവു സിന്ധ്യ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഞായറാഴ്ച 7 മത്സരം തുടങ്ങുക. നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ, മായങ്ക് യാദവ് എന്നിവരാണ് ടീമിലെ പുതുമുഖങ്ങൾ. ദീർഘനാളുകൾക്ക് ശേഷം വരുൺ ചക്രവർത്തി ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ഹർഷദീപ് സിംഗ് എന്നിവരും ടീമിനൊപ്പമുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രസ് മീറ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ആര് ഓപ്പണറാവുമെന്ന ചോദ്യത്തിന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് അഭിഷേക് ശർമ്മയും മലയാളി താരം സഞ്ജു സാംസണുമാണ് ഓപ്പൺ ചെയ്യുകയെന്നാണ്. ഈ പരമ്പരയിൽ ഓപ്പണിംഗ് ജോഡി അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും മാത്രമാണ്. പ്രധാന വിക്കറ്റ് കീപ്പറും സഞ്ജു സാംസൺ തന്നെ. 3-ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തും. 4-ാമനായി റിയാൻ പരാഗും 5-ാം നമ്പറിൽ ഹർദിക് പാണ്ഡ്യയുമാവും പ്ലേയിങ് ഇലവനിലെത്തുക. ഫിനിഷറായി റിങ്കു സിംഗും പ്ലേയിങ് ഇലവനിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പിൻ ഓൾറൗണ്ടറായി വാഷിംഗ്ടൺ സുന്ദറും രവി ബിഷ്ണോയും ഇലവനിലെത്താൻ സാധ്യതയുണ്ട്. ഹർഷദീപ് സിംഗും ഹർഷിത് റാണയും മായങ്ക് യാദവും പ്ലേയിങ് ഇലവനിലെത്താനാണ് സാധ്യത. ബംഗ്ലാദേശ് ഒരിക്കലും എഴുതിത്തള്ളാനാവുന്ന ടീമല്ല. മികച്ച പ്രകടനം T20യിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയും. പ്രസ് മീറ്റിൽ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ നജ്മുൽ ഷാൻഡോ പറഞ്ഞത് ഇങ്ങനെയാണ്: T20 പരമ്പര ജയിക്കുക എന്നതാണ് തങ്ങളുടെ ഉദ്ദേശം. അഗ്രസീവായ ക്രിക്കറ്റ് കാഴ്ചവെക്കാൻ ബംഗ്ലാദേശിന് കഴിയും. ഈ T20 പരമ്പരയിൽ അഗ്രസീവായിട്ടുള്ള ക്രിക്കറ്റ് കാഴ്ചവെക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് താരം പറഞ്ഞു. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ സെമിഫൈനലിലെത്താൻ തങ്ങൾക്ക് സാധിക്കുമായിരുന്നു, എന്നാൽ അത് നഷ്ടമാവുകയായിരുന്നു. എന്നാൽ ഇതൊരു പുതിയ ടീമാണ്. ഈ ടീമിൽ മികച്ച പ്രതീക്ഷയുണ്ടെന്നും താരം പറഞ്ഞു. സഞ്ജു സാംസന് വീണ് കിട്ടിയ അവസരം മുതലാക്കാൻ സാധിച്ചാൽ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടും വിലപ്പെട്ട അവസരമാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.